സഹകരിക്കാത്ത ലോകമേ, എന്തിനും സഹകരിക്കുന്ന ശാരദാകാശമേ, ഈ ലോകത്തിൽ ആരും തന്നോടൊപ്പമില്ലെന്നും സ്വർഗത്തിൽ എല്ലാവരും തന്നോടൊപ്പമായിരിക്കും എന്നും കരുതുന്ന ഒരാൾ ചിലപ്പോൾ ചത്തുപോയി എന്ന് വരാം. അതൊരു സോഷ്യൽ സൊല്യൂഷൻ ആകണമെന്നില്ല. പക്ഷേ അതൊരു സൂചനയാണ്, അതൊരു താക്കീതാണ്. ഒരു കലാകാരന്റെ ദൗർബല്യം ഒരു സമുദായത്തിന് നൽകുന്ന താക്കീത് ആണ്. കാതിലേക്കാണ് സംസാരിക്കുന്നത്. കാതും ബ്രെയിനുമായിട്ട് ചില ബന്ധമൊക്കെ ഉണ്ട്. ഒരാശയം ജീവിക്കുന്നത് പുസ്തകത്തിലല്ല, ആശയം ജീവിക്കുന്ന മനസ്സിലാണ്. ഒരു മനസ്സിലേക്ക് ഒരാശയം കടന്നാൽ അതവിടെ അച്ചടിച്ചു എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് നോട്ട് പ്രിൻറ്റഡ് ഇൻ ദ പ്രസ്, ബട്ട് ഇറ്റ് ഈസ് പ്രിൻറ്റഡ് ഇൻ ദ മൈൻഡ്. അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഴുതി ബൈൻഡ് ചെയ്ത് വെച്ചാൽ ഒരു കാര്യമില്ല. അങ്ങനെയാണ്. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള അത് അതിൻ്റെ വഴിയാണ്. ഇറ്റ് വിൽ ട്രാവൽ. അത് സംസാരിച്ചാലാകാം, അത് പ്രസംഗിച്ചാലാകാം, അത് വഴക്കിട്ടാലും ആകാം. അത് ഇറ്റ് ഇസ് ജെർമിനൽ, ഒരു വിത്ത് പോലെയാണ്. മതശക്തിയെ രാഷ്ട്രീയ ശക്തിയാക്കി എളുപ്പത്തിൽ മാറ്റി തീർക്കാം എന്ന് മനസ്സിലാക്കിയ ഇവിടുത്തെ ദേശീയ ഹിന്ദുത്വ ഫാസിസം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അതിനെ നേരിടേണ്ടത് സാംസ്കാരിക തലത്തിലാണ് എന്നും അറിഞ്ഞതുകൊണ്ടാണ് സാംസ്കാരിക പ്രവർത്തനം അക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നത്. പുതിയ മുതലാളിത്തത്തിന് അറിയാവുന്നത് ഒരു മർക്കടന്റെ കയ്യിൽ നിന്ന് തേങ്ങ കിട്ടണമെങ്കിൽ മർക്കടന്റെ കൈ പിടിച്ച് മലർത്തുകയല്ല, മർക്കടന്റെ പള്ളക്ക് ഇക്കിളിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് മുതലാളിത്തത്തിന് അറിയാം. അതുകൊണ്ട് മുതലാളിത്തം നമ്മെ ഇക്കിളിപ്പെടുത്തുകയും മുതലാളിത്തം നമ്മുടെ നേതാക്കന്മാരെ അമേരിക്കയിലുള്ള ഡിസ്നി ലാൻഡുകളിലേക്ക് കൊണ്ടുപോവുകയും ഇപ്പോൾ സ്വർഗം കണ്ടില്ലേ എന്ന്, ഇപ്പോൾ നരകം കണ്ടില്ലേ എന്ന് യുധീഷ്ഠിരനോട് ചോദിച്ച പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും പിന്നീട് അമേരിക്കയാകുവാനുള്ള ശ്രമത്തിൽ നാം ഇല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്.